ആരും എവിടെയും പോകുന്നില്ല. തൽക്കാലം ഈ അന്തരീക്ഷം ഒന്ന് ശാന്തമാവട്ടെ. സുശീലേ, നിങ്ങൾ അകത്തേക്ക് ചെല്ല്. ഗോപിയേട്ടനോട് ഞാൻ സംസാരിക്കാം. വിശാൽ, എന്താ ജാസ്മിൻ? ഒന്നുമില്ല. വിശാലിനെ കണ്ടപ്പോ ഇത്ര നേരം ഒന്ന് സംസാരിച്ച് നിൽക്കാന്ന് തോന്നി. എനിക്ക് തല തല കറങ്ങും. എന്തു പറ്റി ജാസ്മിൻ? അല്ല, കല്യാണം നടക്കില്ല എന്ന് പറയാൻ കാരണം എന്താ? അത് പറയണം. കാണ്. ജാസ്മിൻ, എനിക്ക് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. ഞാനൊന്ന് കയറട്ടെ. വിശാൽ, എന്താ നിന്റെ പ്ലാൻ? പുതിയ പദ്ധതികൾ? എനിക്കെന്ത് പദ്ധതി? പദ്ധതികൾ മുഴുവനും നിനക്കല്ലേ? അതേടി, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഞാനിപ്പോ വിശാലിന്റെ സ്വന്തം അമ്മായിയുടെ മകളായില്ലേ, മുറപ്പെണ്ണ്. ഇനി മുറപ്പെണ്ണ് മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹം പെട്ടെന്ന് നടത്തണം. അതിന് നീ തടസ്സമായിട്ട് വരാൻ നിന്നേക്കരുത്. നിന്റെ നാട്ടിലേക്ക് തിരികെ പോവാൻ നോക്ക്. അല്ലെങ്കിലേ നിന്നെ നിന്റെ അനിയത്തിയും ഞാനായിട്ട് ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. അയ്യോ, എന്നാ അതൊന്ന് കാണണമല്ലോ. വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ആ വക കലാപരിപാടികളുമായിട്ട് നീ വരരുത്. 2 പ്രാവശ്യം വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ നീ ശ്രമിച്ചപ്പോ അത് പാഴായി പോയതാ. ഇനി നീ അതിന് ശ്രമിച്ചാലും അത് തന്നെയാവും അനുഭവം. അതുകൊണ്ട് വീണ്ടും വീണ്ടും വിഡ്ഢിയാവാതിരിക്കാൻ നോക്ക്. വന്യമൃഗങ്ങളാ സഹജീവികളെ ദ്രോഹിക്കുന്നത്. നിന്റെ ഉള്ളിലും ഒരു വന്യമൃഗത്തിന്റെ സ്വഭാവമുണ്ട്. അതാ നിരന്തരം നീ ഇവിടെ പ്രകടമാക്കുന്നതും. അതുകൊണ്ട് ജാസ്മിൻ, നിന്റെ ഉള്ളിലെ ആ സ്വഭാവം മാറ്റിയിട്ട് മനുഷ്യത്വം വളർത്തിയെടുക്കാൻ നോക്ക്. വിപിൻ ഇപ്പൊ കാണിക്കുന്ന ഈ മൂശേട്ട സ്വഭാവമൊന്നും നീ കണക്കിലെടുക്കണ്ട മോളെ. അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കുകയും ചെയ്യരുത്. വിപിൻ സാറ് എന്നെ നിരന്തരം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്റെ പൊന്നു മോളെ, അവന് നിന്നോടുള്ള ഈ വെറുപ്പൊക്കെ കുറച്ചു കഴിഞ്ഞാൽ താനേ മാറിക്കോളും. നിന്നെ പോലൊരു പെണ്ണ് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്തതാണോ അവന്റെ എതിർപ്പ്? ഒരു പെണ്ണൊന്ന് അറിഞ്ഞു മനസ്സ് വെച്ചാൽ ഏത് കൊല കൊമ്പനും അവളുടെ മുന്നിൽ മുട്ടുമടക്കും. ഇതൊക്കെ അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പറയാ. വിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷേ സാർ അമ്പനും വില്ലിനും എടുക്കുന്നില്ല. ആണുങ്ങളല്ലേ മോളെ, അവർക്ക് പെട്ടെന്ന് താഴ്ന്നു തരാൻ പ്രയാസം ഉണ്ടാവും. നീ ക്ഷമയോടെ കാത്തിരിക്കെ. അവനായിട്ട് തന്നെ നിന്റെ പിന്നാലെ വരും. നീ നോക്കിക്കോ മോളെ. വിപിൻ സാറിന്റെ മനസ്സ് മാറും അമ്മ? മാറും. പക്ഷേ അതുവരേക്കും നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല.
നീ പ്രയാസപ്പെട്ടാലേ അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും. അക്കാര്യം നിനക്കെപ്പോഴും ഓർമ്മ വേണം മോളെ. കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അമ്മമാരെപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും സംഗീതം കേൾക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത്. ദേ, അതുകൊണ്ട് ഇനി എന്റെ മോള് വിഷമിക്കരുത്. ആ, മോളെ ഹാപ്പി ആക്കാനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. ഈശ്വര, ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് പുലിവാലാകൂ. എന്നാലും നീ ആള് കൊള്ളാവല്ലോ മോളെ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ മണ്ഡപത്തിൽ വെച്ചല്ലേ ഞാനും അറിഞ്ഞത്. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. നീ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ പറയാതിരുന്നേ? നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? അത് എനിക്ക് പേടിയായിരുന്നു. എന്റെ മോളെ, ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണോ ഗർഭം? അതെന്നായാലും പുറത്തറിയില്ലേ? നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേടൊന്നും വരാതെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടത്തി തരുമായിരുന്നല്ലോ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു കല്യാണം നടക്കാനാണ് നിന്റെയും അവന്റെയും വിധി. ആ, അത് നടന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അല്ല, ഇതിപ്പോ എത്ര മാസമായി കാണും? ഒരു മാസത്തിനകത്തേ ആകൂ. നീ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാ ഉറപ്പിച്ചത്? അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും കണ്ടില്ലായിരുന്നോ? ഇല്ല. എന്നാ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. എന്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഇനി അവരുടെ നിർദ്ദേശത്തിൽ വേണം നിന്റെ ഡയറ്റ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ മെഡിസിൻസ് എടുക്കണം. അതൊക്കെ ഇപ്പൊ വേണോ? വേണം വേണം. ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റുമോ? സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പോണം. അല്ല, വിപിനേട്ടന്റെ പിണക്കമൊക്കെ മാറിയിട്ട് ഞാൻ വിപിനേട്ടനെ കൂട്ടി പോയേ പോരെ? അയ്യോ, അവന്റെ പിണക്കം മാറാനൊന്നും കാത്തിരിക്കണ്ട. ദേ മോള്, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് ഒരുമിച്ച് പോവാം. മോള് ചെല്ലേ. മോളെ, ദേ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. ചെല്ലേ. എത്ര ശ്രമിച്ചിട്ടും വിപിൻ സാർ എന്നോട് അടുക്കുന്നില്ലല്ലോ. വിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി? പാർവതിയുടെ തൻ്റെ ഇടം നാൾക്ക് നാൾ കൂടുകയാണല്ലോ. എന്നെ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും അവളെ ഞാൻ കണക്കിന് ഭീഷണിപ്പെടുത്തിയിട്ടും അവൾ ഒതുങ്ങുന്നില്ലല്ലോ. അവളെ ഇങ്ങനെ വളരാൻ അനുവദിച്ച എൻ്റെ ലക്ഷ്യം ഒരിക്കലും എനിക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല. അവളെ ഇവിടുന്ന് പുറത്താക്കണം. വിശാലിനെ കൊണ്ട് തന്നെ അവളെ ഇവിടെ നാടിച്ച് പുറത്താക്കണം. അധികം വൈകാതെ അത് സംഭവിക്കണം. അതിനെന്താ ഒരു മാർഗം? ചേച്ചി ഇടപെട്ടെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിപിൻ സാറിന് എന്നോടുള്ള വിരോധം മാറിയനെ. പക്ഷെ അവളതിന് തയ്യാറാവില്ലല്ലോ. ഞാൻ ഇവിടുത്തെ മരുമകളായതില് അവൾക്ക് അസൂയ പൂണ്ടിരിക്കുകയല്ലേ. അവളോട് അതിര് വിട്ട വർത്തമാനം പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് അവളുടെ കാല് പിടിക്കാനും പറ്റില്ല. പാർവതിയെ മാത്രം ഒഴിവാക്കിയ പോരാ, പല്ലവിയെ ഒഴിവാക്കണം.
വിപിന്റെ ഭാര്യയായിട്ട് പല്ലവി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്വത്തുക്കളിൽ പല്ലവിക്കും അവകാശം ഉണ്ടാവും. അത് പാടില്ല. എല്ലാം എനിക്ക് തന്നെ വേണം. പല്ലവി വിപിന്റെ കുഞ്ഞിനെ പ്രസവിച്ച പിന്നീട് അവളെ ഒഴിവാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആദ്യം അവളുടെ ഗർഭം അലസിപ്പിക്കണം. ഈ പപ്പായ പല്ലവിയെ കൊണ്ട് കഴിപ്പിക്കണം. അപ്പോ അത് കഴിയുമ്പോൾ അവളുടെ ഗർഭം അലസിപ്പൊയ്ക്കോളും. പല്ലവി, പല്ലവി, ദാ ഇത് കഴിക്ക്. പപ്പായയോ? ആ, എന്താ പപ്പായ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്നോ? എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടാ പപ്പായ. എവിടെ കണ്ടാലും ഞാൻ വിടില്ല. അത് നന്നായി. ആ, ഞാൻ കിച്ചണിൽ വെറുതെ ഒന്ന് കേറിയതാ. അപ്പൊ ദേ ഇരിക്കുന്നു പഴുത്തൊരു പപ്പായ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പല്ലവിയെ പോലെ തന്നെ എനിക്കും പപ്പായ ഫേവറേറ്റാ. ആഹാ, അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്തു. ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. ദാ, കഴിക്ക്. കൊള്ളാമോ? ഇവളൊരു പൊട്ടി തന്നെ. പപ്പായ കഴിച്ച ഗർഭാലസി പോകുന്ന ഇവക്ക് അറിയില്ലേ? ഏതായാലും നന്നായി. കഴിക്കും. അയ്യോ, ഇവളെന്തേ കാണിക്കുന്നേ? പല്ലവി, പല്ലവി, എന്താ ഇത്? നീ പപ്പായ കഴിക്കുന്നോ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? ഓ, ഈ സുശീലാന്റി തുടർന്ന് കയറി വന്നത് ആകെ പണിയായല്ലോ. ഡേ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പപ്പായ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കഴിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? അത് ഞാനത് ഓർമ്മിച്ചില്ല. ജാസ്മിൻ തന്നപ്പോ ഞാൻ അറിയാതെ അങ്ങ് കഴിച്ചുപോയി. പ്രഗ്നന്റ് ലേഡീസ് പപ്പായ കഴിച്ചാൽ അബോഷനായി പോകുന്ന നിനക്കറിയില്ലായിരുന്നോ? ഞാനും അത് ചിന്തിച്ചില്ല ആന്റി. എന്താ എന്താ ഇവിടെ പ്രശ്നം? ചേച്ചി, ഇത് നോക്കിയേ. പല്ലവി പപ്പായ കഴിച്ചിരിക്കുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പപ്പായ കഴിച്ചാൽ അത് അപകടമല്ലേ? ശോ, ഇത് കഴിക്കാൻ പാടില്ലായിരുന്നു മോളെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സുശീലേ, നമുക്ക് ആ ദർശന ഡോക്ടറെ വിളിച്ചു വരുത്താം. അവര് വന്ന് പല്ലവിയെ പരിശോധിക്കട്ടെ. പപ്പായ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പ അറിയാലോ. ഡോക്ടറെ വിളിക്കണോ അമ്മേ? പിന്നെ വേണ്ടേ? ഡോക്ടറെ വിളിച്ചേ തീരുള്ളൂ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ.
ഡോക്ടറുടെ പരിശോധനയിൽ പല്ലവി ഗർഭിണിയല്ലെന്ന് തെളിയുമല്ലോ. അതറിയുമ്പോ ഇവിടെ ആകെ പ്രശ്നമാവുമല്ലോ. ഈശ്വരാ, ഇനി എന്താ ചെയ്യാം? ചേച്ചി, ഞാൻ ചേച്ചിയോട് ഒത്തിരി അവിവേകവും ധിക്കാരവും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കൂടപ്പിറപ്പാണെന്ന ചിന്ത പോലും ഇല്ലാത്ത വിധം പെരുമാറിയിട്ടുണ്ട്. അതെല്ലാം ചേച്ചി മറക്കണം. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ചേച്ചി എന്നോട് പൊറുക്കണം. ചേച്ചി എന്നെ രക്ഷിക്കണം. ചേച്ചി അല്ലാതെ വേറെ ആരുമില്ല എന്നെ ഈ അവസരത്തിൽ രക്ഷിക്കാനായിട്ട്. ദയവ് ചെയ്ത് എന്നോടൊന്ന് ക്ഷമിക്കൂ. ദയവ് ചെയ്ത് ചേച്ചി എന്നെ കൈവിടരുത്. ഇതൊക്കെ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ? ആണ്, എല്ലാം എന്റെ തെറ്റ് തന്നെയാ. നീ എന്തിനാ ആവശ്യമില്ലാതെ നുണ പറയാൻ പോയത്? അന്നേരത്ത് പൊട്ട ബുദ്ധിക്ക് നുണ പറഞ്ഞു പോയതാ ചേച്ചി. പക്ഷേ ആ നുണ ഇത്രയും കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതുപോലൊരു സാഹചര്യം എന്നായാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചാ തന്നെയാ ചേച്ചി. അപ്പോ മോൾക്കും ഈ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗം നീ കണ്ടുവച്ചിരുന്നേ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാർഗവും കണ്ടിരുന്നില്ലായിരുന്നു. എന്തെങ്കിലും കാട്ടിക്കൂട്ടി തടി തപ്പാന്നാ കരുതിയിരുന്നേ. എന്നാലേ അങ്ങനെ തന്നെ അങ്ങ് തടി തപ്പിക്കോ. അയ്യോ ചേച്ചി, എന്നെ ഇങ്ങനെ പെരുവഴിയിൽ നിർത്തിയിട്ട് പോരുത്. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ ഒരു വഴിയും തെളിയുന്നില്ല. നീയായിട്ടുണ്ടാക്കിയ ഊരാ കൊടുക്കല്ലേ, അതുകൊണ്ട് നീയായിട്ട് തന്നെ അതിന്ന് പുറത്തു കിടക്കാൻ നോക്ക്. എന്റെ പൊന്നു ചേച്ചി, എന്നെ കൊലയ്ക്ക് കൊടുത്തേക്കരുത്. ചേച്ചി കൈവിട്ടാ പിന്നെ ഞാൻ ചാവുന്നതാ നല്ലത്. അല്ലാതെ വേറെ ഒരു രക്ഷയില്ല ചേച്ചി. പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കേ. എല്ലാം ആ ഡോക്ടർ വരുന്നതിന് മുൻപേ വേണം. ഇല്ലെങ്കില് എല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴയും. അയ്യോ, ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് എനിക്ക് ഗർഭമില്ലെന്നെങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അതാലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. എന്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുക. അയ്യോ, ഞാനിപ്പോ ചത്തുപോവും. ഹൃദയം പൊട്ടി മരിച്ചു പോവും. 33 ദൈവങ്ങളെ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്നെ രക്ഷിക്കണേ. എന്റെ ഉദയനരമ്മേ, എന്നെ രക്ഷിക്കാനായിട്ട് ചേച്ചിക്കൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഡി നിർത്ത. നീയേ ഇപ്പൊ കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിനക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാൻ വന്നപ്പോ നീ അതിന് ചെവി കൊടുക്കണമായിരുന്നു. പക്ഷേ നീ അതൊന്നും ചെയ്തില്ല. അതിന്റെ ഫലവാ നീ ഇപ്പൊ അനുഭവിക്കുന്നതും. മനസ്സിലായേ? എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. ഇനി ഞാൻ ചേച്ചി പറയുന്ന പോലെ കേട്ടോളാം. ഇപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഡോക്ടർ വന്ന് നീ ഗർഭിണി അല്ലെന്ന് പറഞ്ഞ തകരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാണ്. ഇവിടെ ഉള്ളവര് പഴിക്കുന്നത് നിന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശനെയും അമ്മയായിരിക്കും. നീ എന്തിനാ പപ്പായ കഴിക്കാൻ പോയത്? അത് ജാസ്മിൻ മനഃപൂർവ്വം നിനക്ക് നൽകിയതായിരുന്നു. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല ചേച്ചി. എനിക്കൊന്നും മനസ്സിലായില്ല. ജാസ്മിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും നീ സമാധാനായിട്ടിരിക്ക. ഒരു വഴി നമുക്ക് കണ്ടെത്താം.
ആ പല്ലവി, നീ ഹാളിലേക്കൊന്ന് വന്നേ. അവിടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്നോ? ആ വന്നല്ലോ. നീ വേഗം വാ. ചേച്ചി എന്റെയും എന്തേലും വഴി കണ്ടെത്തിയോ?